ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് തുണിയിൽ കട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ എത്ര തയ്യൽ പഠിച്ചാലും ബ്ലൗസ് കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു പേടി ആയിരിക്കും. തുണിയിൽ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടീച്ചർമാരുടെ അടുത്ത് പോയി പഠിച്ചാൽ എങ്ങനെ പഠിച്ചാലും തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതാവുമ്പോൾ ന്യൂസ് പേപ്പറിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പേപ്പറിൽ വരാണെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റിയിട്ട് ന്യൂസ് പേപ്പർ കളഞ്ഞ് വേറെ എടുത്ത് നമുക്ക് തുണിയിൽ വെട്ടാം. അങ്ങനെയാണ് എളുപ്പത്തിനുള്ളൊരു ഇതാണ്, പേടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിങ്ങാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ന്യൂസ് പേപ്പറിൽ വരച്ചിട്ട് അത് ഇത് വെച്ച് കട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്താൻ പോണത്. അത് ഷോൾഡറിൽ നിന്ന് ആണ് എടുത്തു തുടങ്ങേണ്ടത്. ഷോൾഡറിൽ നിന്ന് അടിയിലേക്ക് നമ്മൾ ടേപ്പ് വെച്ച് ആദ്യം തന്നെ അളന്ന് നോക്കാം. അത് ഈ ബ്ലൗസിൻ്റെ ഇറക്കം 12 ഇഞ്ചാണ് വന്നത്. വലിച്ചു പിടിച്ച് നോക്കാം. നമ്മൾ 12 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. അപ്പോഴാണ് കറക്റ്റ് 12 ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ. ആ 12 പ്ലസ് 1.5 ഈ ന്യൂസ് പേപ്പറിൽ നമുക്ക് അടയാളപ്പെടുത്താം ആദ്യം തന്നെ. അത് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് കൈക്കുഴിയും കഴുത്തും എല്ലാം അടയാളപ്പെടുത്തി. ഇനി ആദ്യം തന്നെ നമുക്ക് കഴുത്ത് നോക്കിയിട്ട് വണ്ണം കൂടി അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് വേണം കഴുത്ത് അടയാളപ്പെടുത്താൻ. വണ്ണം ഇതിൻ്റെ 10 ആണ് കാണുന്നത്. 10ൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി 11.5 ന്യൂസ് പേപ്പറിൽ അടയാളപ്പെടുത്താം. 11.5 അടയാളപ്പെടുത്തി നമുക്കത് ഈ താഴ്ഭാഗത്തും അങ്ങനെ അടയാളപ്പെടുത്താം 11.5. എന്നിട്ട് നമുക്കതൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇത് നമ്മൾ 2 ലെയറായിട്ടാണ് ഈ ന്യൂസ് പേപ്പർ ഇട്ടേക്കണത്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബാലൻസ് കളഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്ത് കഴുത്തും കൈക്കുഴിയും ഒക്കെ വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരില്ല. നമ്മൾ കട്ട് ചെയ്യണതിൽ വേസ്റ്റൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഷോൾഡറിൽ നിന്ന് വലിച്ച് എടുത്ത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ വൈഡും ലെങ്ത്തും ഒക്കെ. ഇങ്ങനെ പിടിച്ച് അടയാളപ്പെടുത്തുമ്പോൾ ലെങ്ത്ത് എത്രയുണ്ടെന്ന് വൈഡ് ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും വൈഡും ലെങ്ത്തും എത്ര ഇഞ്ച് വരും എന്നുള്ളത്. സാധാരണ ബ്ലൗസിന് 2.25 ഇഞ്ചാണ് വൈഡ് സാധാ ബ്ലൗസിന് വന്നത്. പിന്നെ ഒരുപാട് വണ്ണമൊക്കെ ഉള്ളവർക്കാണ് വൈഡ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടി തന്നെ. ഈ ബ്ലൗസിന് 2.5 ഇഞ്ച് വൈഡായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ 2.25 അടയാളപ്പെടുത്തി തയ്ച്ച് വരുമ്പോഴത്തേക്കും ബ്ലൗസിൻ്റെ വൈഡ് 2.5 കിട്ടും. അത് നമുക്ക് ന്യൂസ് പേപ്പറിൽ അടയാളപ്പെടുത്താം. പിന്നെ അതിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നത്. അത് 6 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിയാൽ മതി. തയ്ച്ച് വരുമ്പോൾ 6 തന്നെ വരും. അത് നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ അടയാളപ്പെടുത്താം. 2.25 പ്ലസ് 6 പ്ലസ് 2.25 വൈഡും 6 ലെങ്ത്തും. എന്നിട്ട് അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വയർ വരയ്ക്കുകയാണ്. സ്ക്വയർ വരച്ചിട്ടാണെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് വരക്കുമ്പോൾ അറിയാവുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല കേട്ടോ. അറിയാവുന്നവർക്ക് ഇങ്ങനെ 2.25 6 വരച്ചിട്ട് അങ്ങോട്ട് ഷേപ്പ് ചെയ്താൽ മതി. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും ഇതായിട്ട് പറയണത് കേട്ടോ. ഇതെങ്ങനെ ചെറുതായിട്ട് സ്ക്വയറിൽ നിന്ന് വളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. പിന്നെ ഷോൾഡർ വീതി 2 ഇഞ്ചാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ 2.25. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് 1/2 ഇഞ്ചോ ഒരു 3/4 ഇഞ്ചോ കൂട്ടിയിട്ട് ഒരു 3 ഇഞ്ച് വരക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൈക്കുഴിയും അതേപോലെ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയിലേക്കുള്ളത് എടുത്ത് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നേരെ നോക്കുന്ന അളവാണ് ലെങ്ത്ത് വന്നത്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ വീതി നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിന്ന് 5 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുക.
എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വളച്ച് ഷേപ്പും ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്താം. ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പറിൽ അടയാളപ്പെടുത്താം. പിന്നെ അത് ബാക്ക് നെക്ക് നമ്മൾ വലിച്ച് പിടിച്ച് അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഫ്രണ്ട് നെക്കും അടയാളപ്പെടുത്താം. രണ്ടിൻ്റെ വൈഡ് ഒന്ന് തന്നെ, ഫ്രണ്ടും ബാക്കും വൈഡ് കറക്റ്റ് തന്നെ. ഇപ്പോൾ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് നോക്കുമ്പോൾ 5 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ വൈഡ് 2.25 അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഷോൾഡറിൽ നിന്ന് ബാക്ക് അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത് തന്നെ നമുക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ബാക്കിൻ്റെ സ്ക്വയർ വരച്ച പോലെ തന്നെ, ഇപ്പോൾ 6 ഇഞ്ചിലാണ് ബാക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, അതിന് 1 ഇഞ്ച് മുകളിൽ വെച്ചിട്ട് 5 ഇഞ്ച് സ്ക്വയർ അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴിയും കഴുത്തും ഇതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം രണ്ടും ബാക്കും ഫ്രണ്ടും ഒരേ അളവാണെങ്കിൽ ഇത് ഇപ്പോൾ രണ്ട് ഇതായിട്ടാണ് ലെയറിൽ കട്ട് ചെയ്തെടുക്കണം. ബാക്കും ഫ്രണ്ടും ഒപ്പം അളവാണ് നെക്കിൻ്റെങ്കിൽ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് അളവ് കുറവും ബാക്ക് അളവ് കൂടുതലുമാണ് നമുക്ക് ഈ ബ്ലൗസിൻ്റെ വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക് വെട്ടിയെടുത്തിട്ട് ഫ്രണ്ടും വെട്ടിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കഴുത്ത് നെക്കും ഫ്രണ്ടിൻ്റെ ആദ്യം തന്നെ കട്ട് ചെയ്ത്, കൈക്കുഴി രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കൈക്കുഴി ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാം. പിന്നെ കുഴിച്ച് വെട്ടാനോട് രണ്ടാമത് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് നെക്കും മാറ്റി വെച്ച് ഫ്രണ്ട് നെക്കിൻ്റെ ആദ്യം തന്നെ ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ നമ്മൾ വരച്ചേക്കണ ആ പൊസിഷനിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് പോരാം. ഇപ്പോൾ നമ്മൾ ബാക്ക് ശരിയായി. ഇനി ബാക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യും. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കും കുഴിച്ച് വെട്ടണം, ഫ്രണ്ട് കൈക്കുഴിയും കുഴിച്ച് വെട്ടണം. എന്നാലാണ് ബ്ലൗസ് കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ വരുള്ളൂ. അതിനകത്ത് തന്നെ 2.25 അതന്നെ, അത് 5 ഇഞ്ചും തന്നെ. അത് നമ്മൾ ഫ്രണ്ട് മാറ്റിയപ്പോൾ ആ ഫ്രണ്ടിലെ വരച്ചത് ആ ന്യൂസ് പേപ്പറിലേക്ക് പോയി. അത് തന്നെ നമ്മൾ ഒന്നും കൂടി ഇതിനകത്ത് വരച്ചിട്ട് നമ്മൾ ഫ്രണ്ടിനൊക്കെ എപ്പോഴും വരയ്ക്കുമ്പോൾ ആ സ്ക്വയറിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് ഒരു ഭാഗം പുറത്തേക്ക് തള്ളിയിട്ടിട്ട് വേണം ഷേപ്പ് ചെയ്യാൻ. ബാക്ക് പോലെയല്ല, ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ 4 ഇഞ്ച് സ്ക്വയറിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കാൻ രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും നമുക്ക് ഫ്രണ്ടിൻ്റെ ഈ ഭാഗം കണ്ട ആ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടണം. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ട് നെക്കിന് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ അടിച്ച് വരുമ്പോൾ. അല്ലെങ്കിൽ ഷേപ്പ് കറക്റ്റായിട്ട് റൗണ്ട് വരില്ല. ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെയും ഈ ഭാഗം കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടണം, വരച്ച് കൊടുക്കണം. ബാക്ക് കുഴിക്കണ്ട, ഫ്രണ്ട് മാത്രം കുഴിച്ച് വെട്ടണം. അത് പിന്നെ നമുക്ക് ഇത് അടയാളപ്പെടുത്താം. നമുക്ക് ഈ കട്ടിങ് അടയാളപ്പെടുത്തണം. കട്ടിങ് നമുക്ക് ഷോൾഡറിൽ നിന്ന് ആദ്യം തന്നെ സെൻറ്ററിലുള്ള ഇതാണ് അടയാളപ്പെടുത്തുന്നത്. അത് നമുക്ക് ഇവിടെ കിട്ടണത് 12.5 ഇഞ്ച്. അതിൽ നിന്ന് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് 12.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 12.5 1/2 ഇഞ്ചും കൂടി കൂട്ടി, ഇവിടെ 12-നാണ് കിട്ടുന്നത്. അതിന് 1/2 ഇഞ്ചും കൂടി കൂട്ടി ന്യൂസ് പേപ്പറിൽ 13 ഇഞ്ചാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. 4 ഇഞ്ച് മുകളിലും അടിയിലും 4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകാൻ കാണിക്കും. പിന്നെ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ഇനി ഈ നെക്കിൻ്റെ അവിടെ നിന്നുള്ള ലെങ്ത്ത്, അത് കട്ടിങ് വരെയുള്ള ലെങ്ത്ത്, ഇതിനകത്ത് വന്നത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ വന്നത് 3.5 ഇഞ്ചാണ് ഇതിനകത്ത് വന്നത്. അപ്പോൾ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ അടയാളപ്പെടുത്താൻ. അത് ടക്കിൻ്റെ തയ്യൽ തുമ്പും മുകളിലുള്ള തയ്യൽ തുമ്പും താഴെയുള്ള തയ്യൽ തുമ്പും കൂടി 1 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 3.5 + 1 ഇഞ്ച്, അങ്ങനെ 4.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. അതും കൈക്കുഴിയിൽ നിന്ന് ആ കട്ടിങ് വരെയുള്ള ലെങ്ത്ത്, അത് 4 ഇഞ്ചാണ് കാണുന്നത്. അപ്പോൾ തയ്യൽ തുമ്പോട് കൂടി 3/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് അവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ 4.75.
ഇനി അവിടുന്ന് ഇങ്ങനെ നമുക്ക് അതിനകത്ത് കട്ടിങ് നമ്മളെല്ലാം അടയാളപ്പെടുത്തിയതിനകത്തേക്കും യോജിപ്പിച്ച് വരക്കുക. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനി കട്ട് ചെയ്തെടുക്കാതെ ഇങ്ങനെ എല്ലാം നമ്മൾ എല്ലാ 3 വരയിലേക്കും യോജിപ്പിച്ച് വരുമ്പോൾ ഈ ഷേപ്പ് കിട്ടും. അല്ല, അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ ആ കൈക്കുഴിയും കൂടി കുഴിച്ച് വെട്ടാം. കൈക്കുഴി നമ്മൾ ബാക്ക് കുഴിച്ച് വെട്ടിയില്ല, ഫ്രണ്ട് കുഴിച്ച് വെട്ടാൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇങ്ങനെ കുഴിച്ച് കഴിയുമ്പോൾ ഫ്രണ്ടും കട്ടിങ്. ഇനി നെക്കിൻ്റെ അവിടെയും ആ കുഴിയുടെ ഭാഗത്ത് കുഴിച്ച് വെട്ടണം. അത് കഴിയുമ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ഏത് ബ്ലൗസിൻ്റെ തുണിയിലാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്തേക്ക് വച്ച് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് തുണി ഉണ്ട്, അതിനകത്താണ് കട്ട് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബാക്കാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് എന്ന് പറഞ്ഞാൽ തുണി കുറവാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റും ന്യൂസ് പേപ്പറിൽ വെട്ടുമ്പോൾ. മറ്റേ തുണിയിൽ വെട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തുണിയൊക്കെ അധികം വേണ്ടി വരും. അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അറിയാൻ പാടില്ലാത്തവർക്ക് ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തുണി വേസ്റ്റ് ആവില്ല. ആദ്യം തന്നെ ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ന്യൂസ് പേപ്പർ വെച്ച് കറക്റ്റ് ബാക്ക് അടയാളപ്പെടുത്തുക. നമ്മൾ ആ വെട്ടിയ പോലെ തന്നെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം, എന്നാലാണ് നെക്കിൻ്റെ വൈഡൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അത് നീക്കിയും ഒക്കെ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ വൈഡൊക്കെ മാറിപ്പോകും. ബ്ലൗസ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് വൈഡൊക്കെ ആയെങ്കിലാണ് ബ്ലൗസ് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ ഒട്ടും ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ ന്യൂസ് പേപ്പർ കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇത് ബാക്ക് വരച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആദ്യം തന്നെ ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പർ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ഇത് ക്രോസായിട്ട് വെട്ടണ ബ്ലൗസാണ്. ക്രോസിങ്ങിൽ കട്ട് ചെയ്തേക്കുന്നതാണ്, ഇങ്ങനെ വലിയാൻ പാകത്തിന്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കണം നമ്മൾ ബ്ലൗസ് തയ്ച്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നേരെ വെച്ച് വെട്ടിയാൽ മതി, ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. നേരെയാണ് ഇത് ക്രോസായാണ് കട്ട് ചെയ്തേക്കണ ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോസ് പോലെ വച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ബാക്ക് നേരെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തേക്കണം. പക്ഷേ ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെങ്കിലാണ് അതിൻ്റെ ആ വലിവ് കിട്ടുള്ളൂ. ഫ്രണ്ടിൽ വലിവ് വരുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ക്രോസ് കട്ടിങ് ചെയ്യണത്. ഇതിപ്പോൾ എന്നിട്ട് അങ്ങനെ വെച്ച് തന്നെ വരക്കുക. ഒട്ടും വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെ വരയ്ക്കണം കേട്ടോ. ഫ്രണ്ട് നെക്കൊക്കെ വരക്കുമ്പോൾ എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും, റൗണ്ട്. അല്ലെങ്കിൽ കഴുത്തൊക്കെ വേറെ ഷേപ്പിലൊക്കെ ആയിപ്പോവും. അങ്ങനെ അത് വെച്ച് ചോക്ക് വെച്ച് നമ്മൾ വരച്ച് ഫിനിഷിങ് ആക്കും. എല്ലാ ഭാഗവും ഒരേപോലെയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ പേപ്പർ അങ്ങോട്ടും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കൊള്ളാവും. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ അതിനകത്ത് വെച്ച് വരച്ച് ഇനി ആദ്യം തന്നെ നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കൈ കട്ട് കൈ പിന്നെ ന്യൂസ് പേപ്പറിലൊന്നും വരക്കേണ്ട ആവശ്യമില്ല, അത് ബ്ലൗസിൽ നിന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാം. ഇനി ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വൈഡൊക്കെ കറക്റ്റായിട്ട് കിട്ടില്ല. ബാക്കും ഫ്രണ്ടും ഒട്ടും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തുണി ഒട്ടും വേസ്റ്റ് ആവണില്ല. എല്ലാം കട്ട് ചെയ്ത് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള പീസും കൊണ്ട് കൈ അടയാളപ്പെടുത്താം. കൈ ബ്ലൗസുമേന്ന് തന്നെ കൈ വെച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്തി. ചെറിയ കൈയുള്ള ബ്ലൗസാണ്, അത് കാരണം നമുക്ക് ഒരുപാട് ഇതില്ല. ഇങ്ങനെ ആദ്യം തന്നെ ലെങ്ത്ത് നേരെ വെച്ച് കൈക്കുഴിയും വലിച്ച് പിടിച്ച് അടയാളപ്പെടുത്തിയാൽ മതി. ഇപ്പുറത്ത് 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാം. നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് ഇടാം. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ അടയാളപ്പെടുത്തി കൈക്കുഴിയുടെ അതും വലിച്ചു പിടിച്ച് അവിടെ അടയാളപ്പെടുത്താം. പിന്നെ കൈയുടെ കറക്റ്റ് അളവും പിന്നെ 1 ഇഞ്ച് കൂടുതൽ 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂടുതലിട്ട് വരച്ച് കൊടുത്താൽ ഈ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയത് ഇങ്ങനെ അങ്ങോട്ട് വളച്ച് വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കൈ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അതിന് മാത്രം ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തത്. ഇതിൻ്റെ കൈക്കുഴിയും നമ്മൾ മറ്റേ
കൈക്കുഴി കുഴിച്ച പോലെ തന്നെ ഈ കൈയുടെയും ഇവിടെയും ചെറുതായിട്ട് കുഴിച്ച് വെട്ടണം. എന്നാലാണ് ബ്ലൗസ് ഫ്രണ്ടിൽ നല്ല കൈക്കുഴി നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയുള്ളൂ. അത് നമ്മൾ അടിക്കാൻ നേരത്ത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്തിടാം, രണ്ട് ഭാഗം അറിയാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ കട്ടിങ് വീഡിയോ. ഇനി അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ട് വരാം. താങ്ക് യു.